ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോൾഡിൻ്റെ അപ്ഡേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് 2 ദിവസമായിട്ട്, അതായത് ഇന്നലെയും ഇന്ന് എന്താണ് നടന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ പ്രൈസ് ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്, ഒരു സൈഡ് വേ ട്രെൻഡാണ്. പക്ഷേ ഈ സൈഡ് വേ ട്രെൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചില സമയത്ത് പ്രൈസ് വളരെ ബുള്ളിഷിലേക്ക് ചിലപ്പോൾ മൂവ് ചെയ്യാം, ബിയറിഷിലേക്ക് മൂവ് ചെയ്യാം, എന്നിട്ട് ആ ഒരു റേഞ്ചിൽ നിൽക്കാമെന്ന് നമ്മൾ സൺഡേ എടുത്ത് പറഞ്ഞതാണ്. അതുമാത്രമല്ല, നമ്മളൊരു കാര്യം കൂടി പറഞ്ഞ് പ്രൈസ് ബിയറിഷ് എന്ന് പറയാൻ പറ്റില്ല, പ്രൈസ് ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. അതുകൊണ്ടാണ് പ്രൈസ് നമുക്ക് കൂടുതലും ഈ ഒരു സൈഡ് വേ ട്രെൻഡ് നിന്ന സമയത്ത് ഇവിടെ നോക്കി ഈ ഡേയുടെ ക്യാൻഡിൽസ് നോക്കി അറിയാം. ഇവിടെ ഒരു പ്രൈസ് പലപ്പോഴും ബുള്ളിഷിലേക്കാവത്, അതായത് ഒരു ഡേയുടെ ലോയിൽ നിന്ന് ലിക്വിഡിറ്റി എടുക്കാതെ തന്നെ പ്രൈസ് കൂടുതലും ബുള്ളിഷിലേക്കുള്ള ട്രേഡ്സുകളാണ് നമുക്ക് കിട്ടിയത്. സെല്ലിലേക്കുള്ള ട്രേഡ്സുകളും ഉണ്ടായിരുന്നു, പക്ഷേ ബൈയിലേക്കുള്ള ട്രേഡുകളാണ് കൂടുതലും കിട്ടിയത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 4 ഹവറിലേക്ക് നോക്കുകയാണെങ്കിൽ 4 ഹവറിൻ്റെ ഒരു OB-ആണ്, അതേപോലെ ഒരു 1 ഹവറിൻ്റെ ഒരു OB-ആണ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 4 ഹവറിൻ്റെ OB-യിൽ 4 ഹവറിൻ്റെ ഐഡിയും എടുത്തിട്ടുണ്ട്, 4 ഹവറിൻ്റെ ഒരു എക്സ്ട്രീം OB ഇവിടെ നിൽക്കുന്നത്. പ്രൈസ് ചിലപ്പോൾ ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് വീണ്ടും ബുള്ളിഷിലേക്ക് പോകാം, അല്ലെങ്കിൽ ബിയറിഷിലേക്ക് വരാം. നിങ്ങൾക്ക് നല്ലൊരു സെല്ലൊക്കെ കിട്ടണമെങ്കിൽ എടുക്കുക. പക്ഷേ ഇന്നലെയൊക്കെ നമ്മൾ സെല്ല് നോക്കിയാൽ പലപ്പോഴും സ്റ്റോപ്പ് ലോസാണ് ഹിറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് സെല്ലിലേക്കുള്ള സാധ്യത ഇന്നലെ തന്നില്ല. നമുക്ക് പിന്നെ ബൈയിലേക്കുള്ള സാധ്യതകളാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പം മോർണിംഗൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു, പ്രൈസ് ഒന്നും ബുള്ളിഷിലേക്ക് മൂവ് ചെയ്തായിരുന്നു. നമുക്ക് കിട്ടുന്ന ബൈ എൻട്രികൾ പരമാവധി യൂസ് ചെയ്യുക. സെല്ല് എൻട്രി നല്ല രീതിയിൽ ഉറപ്പാണ് അവിടെ നിന്ന് പ്രൈസ് ഇറങ്ങുമെന്നുണ്ടെങ്കിൽ മാത്രം നോക്കാം. നമ്മൾ സെല്ല് നോക്കാനിരുന്ന വെച്ചാൽ പൊസിഷൻസൊക്കെ ഇതൊക്കെയായിരുന്നു. ഈ 2 പൊസിഷൻസ് എന്തായാലും ഫെയിലായി, അവിടെ നിന്ന് പ്രൈസ് വീണ്ടും കയറുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ മോർണിംഗ് 50 മിനിറ്റിൽ ഇൻറ്റേണലാണ്. 50 മിനിറ്റിൽ ഓൾറെഡി പ്രൈസ് ബിയറിഷ് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഈ ബിയറിഷ് സ്ട്രക്ചറിൻ്റെ ഇനി എക്സ്ട്രീം OB-ഒക്കെ ഉണ്ടായിരുന്നു 50 മിനിറ്റ്, അതൊക്കെ ഫെയിലായി. ഇപ്പോൾ നമ്മൾ നോക്കിയ 50 മിനിറ്റിൻ്റെ ഈ ഒരു എക്സ്ട്രീമിലാണ് നിൽക്കുന്നത്. ഏകദേശം അതിൻ്റെ മേജർ ഹൈ എന്ന് പറയുമ്പോൾ 4161 ആ ഒരു റേഞ്ചൊക്കെയാണ് പ്രൈസ് വരുന്നത്. ഇതാണ് വരുന്നത് കണ്ടോ. അപ്പോൾ അവിടെയൊന്നും പ്രൈസ് എത്തിയിട്ടില്ല, ചിലപ്പോൾ അവിടെ നിന്ന് പ്രൈസ് തിരിച്ച് മൂവ് ചെയ്യാം. എന്നാൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഈ ഒരു OB ഉണ്ട് 50 മിനിറ്റ്, ഇതിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സെല്ല് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നലെ എന്താണ് സംഭവിച്ചത്, അതേപോലെ ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെക്ഷൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ നോക്കിയാലേ നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിയേ, ഏകദേശം $59 $60 മൂവ്മെൻറ്റ്സ് നമുക്ക് ഏഷ്യനിലുണ്ടായി. നിങ്ങൾ കഴിഞ്ഞ മൺഡേ നോക്കിക്കഴിഞ്ഞാൽ ഇതേ മൂവ്മെൻറ്റ്സ് തന്നെ പ്രൈസ് ഏഷ്യനിലുണ്ടായിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് ഒരു സൈഡ് വേ ട്രെൻഡിൽ നിന്നു. അതിനുശേഷം ന്യൂയോർക്ക് കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോകുന്നതായിരുന്നു. പക്ഷേ ഇവിടെ ന്യൂയോർക്ക് കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് പോയി. ഇന്നലെ ഏകദേശം ഒരു $100 വന്നു. നമ്മൾ പ്രൈസ് പല ആൾക്കാരും ബുള്ളിഷിലേക്ക് പോയപ്പോൾ സൈഡ് വേ ട്രെൻഡ് മാറിയോ, വീണ്ടും ബുള്ളിഷിലേക്ക് ആണോ എന്ന് പല ആൾക്കാരും ചോദിച്ചു. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇന്നലെ ഏഷ്യൻ കഴിഞ്ഞിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡ് വേയിൽ തന്നെയല്ലേ പ്രൈസ് ചെയ്യുന്നത്. അതിന് ശേഷം പ്രൈസ് കയറി വീണ്ടും ഇന്ന് നോക്കിയ ഏഷ്യൻ $24 മൂവ്മെൻറ്റ്സുകൾ, ലണ്ടൻ $70 മൂവ്മെൻറ്റ്സുകൾ, $17 മൂവ്മെൻറ്റ്സുകൾ. അപ്പോൾ ഇനി നമുക്ക് നോക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ലണ്ടൻ വന്നു കഴിഞ്ഞാൽ ന്യൂയോർക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഈ ലണ്ടൻ്റെ ലോയോ അല്ലെങ്കിൽ ഏഷ്യൻ്റെ ലോയൊക്കെ എടുത്തു കഴിയുമ്പോൾ ഒരു ബൈ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹൈ ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു സെല്ലും വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ സെല്ല് പോയിട്ടുണ്ട്, പക്ഷേ പ്രീവിയസ് സെക്ഷൻ്റെ ലോ വരെ പോയിട്ടില്ല. അപ്പോൾ അതേപോലെയൊക്കെ തന്നെ സെല്ല് കിട്ടണമെങ്കിൽ ടാർഗറ്റ് നോക്കുക, പ്രീവിയസ് ലോയോ അങ്ങനെയുള്ള ടാർഗറ്റുകൾ സെറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ഇൻറ്റേർണൽ നോക്കണമെങ്കിൽ ഇൻറ്റേർണൽ ഐഡിയം എടുത്ത് ഈ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് ആ ഒരു കൺഫർമേഷൻ കിട്ടിയ ലോ ബ്രേക്ക് ചെയ്യാതെ ഈ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്തു. പക്ഷേ പ്രൈസ് ഇപ്പോഴും ഈ ഹൈ എടുക്കാതെ നിൽക്കണേണ്. അപ്പോൾ നമുക്ക് ഇനിയും ചിലപ്പോൾ ഒന്നെങ്കിൽ ഈ ഒരു റേഞ്ചിൽ തന്നെ ഏഷ്യൻ ന്യൂയോർക്കിൽ നിൽക്കാം, ചിലപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ഇറങ്ങാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും സൈഡ് വേ ട്രെൻഡ് വരാൻ പോകുന്നത്. ചിലപ്പോൾ ഒരേ റേഞ്ചിൽ തന്നെ കുറച്ച് ദിവസം നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം നിന്നിട്ട് വീണ്ടും പ്രൈസ് ബുള്ളിഷിലേക്കോ ബിയറിഷിലേക്കോ പോയിട്ട് അവിടെ തന്നെ നിൽക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കേണ്ട എൻട്രി സെറ്റപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ സൈഡിലേക്ക് കിട്ടുന്ന എൻട്രി സെറ്റപ്പുകൾ നോക്കുക. എന്നാൽ സെല്ലിലേക്ക് നമുക്ക് പലപ്പോഴും സ്റ്റോപ്പ് ലോസ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ബൈയിലേക്ക് ഇവിടെ ഇൻറ്റേർണൽ ഐഡിയം എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് കയറിപ്പോയി, ഇവിടെ ഇൻറ്റേർണൽ ഐഡിയം എടുത്തപ്പോൾ പ്രൈസ് കയറിപ്പോയി. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ട്രേഡ്സുകൾ നോക്കുന്നതാണ് ബെറ്റർ.